നമ്മുടെ കണ്ണുകളെ നനയിപ്പിച്ച ഒരു മനോഹരമായ പദ്യം നമ്മൾ കേട്ടു. ഇനിയും അങ്ങനെ അമ്മമാരുണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്നാൽ ഇങ്ങനത്തെ അമ്മമാരെ ഇന്ന് നമുക്ക് വിരളമായിട്ടേ കാണാൻ കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. ഇനി മാതൃദിനം, ഓരോ മാതൃദിനവും നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അമ്മയെ അല്പം കൂടെ സ്നേഹിക്കണം, കരുതണം, അവരെ മാനിക്കണം എന്നുള്ള ഒരു റിമൈൻഡറാണ് ഓരോ മദേഴ്സ് ഡേയും. പ്രത്യേകിച്ച് യാസിയിലെ അമ്മമാരെല്ലാം കഴിഞ്ഞൊരു വർഷക്കാലം നമ്മളെ കർത്താവ് അത്ഭുതകരമായിട്ട് ക്ഷേമത്തോടെ പരിപാലിച്ച് വീണ്ടും ഇവിടെ കൂട്ടി വരുത്തിയ വൻകൃപയെ ഓർത്ത് നമുക്കെല്ലാം കരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. മാതൃത്വം എന്ന് പറയുന്നത് ദൈവം കനിഞ്ഞു തരുന്ന ഒരു വരദാനമാണ്. മാതൃത്വം, കുടുംബ ബന്ധം, കുഞ്ഞുങ്ങൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ അനുകൂലതയിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. പലപ്പോഴും നമ്മളിത് തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ സഭയ്ക്കകത്ത് തന്നെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നത് കാണുന്നുണ്ട് അല്ലേ. ഇന്ന് യുവതലമുറയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, വിവാഹമേ വേണ്ട, കുഞ്ഞുങ്ങളെ വേണ്ട. അതായത് സഭയ്ക്കൊരിക്കലും ഇവരുടെ മുൻപിൽ സാക്ഷിയായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. നമ്മുടെ മാതൃകയില്ലാത്ത കുടുംബജീവിതവും ഒക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ ഇത് വേണ്ട എന്ന് പറയിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. കുടുംബ ബന്ധങ്ങളെ ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്തുവാൻ പൗലോസ്ലിയ പറയുന്നത് പോലെ എല്ലാ കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിന് മുൻപാകെ ഞാൻ മുട്ടുകുത്തുന്നു, നമിക്കുകയാണ്. ഒരു കുടുംബ ബന്ധം എന്നൊക്കെ പറയുന്നത് ഹല്ലേലൂയ, സ്വർഗത്തിൻ്റെ വലിയ ഒരു, നമ്മളതിനെയൊക്കെ വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയുകയാണ്. നമ്മുടെ തലമുറകൾക്കൊന്നും സമൂഹത്തിൽ നിന്ന് അവർക്കൊന്നും നല്ലത് പഠിക്കാൻ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ മാതൃകയുള്ളവരായിട്ട് നിൽക്കുക, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തെ നമ്മൾ പരിരക്ഷിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കുക. അമ്മ എന്ന് പറയുന്ന രണ്ടക്ഷരമേ ഉള്ളെങ്കിലും അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ ത്യാഗപൂർണമായ സ്നേഹമാണ്. ഇങ്ങനെയാണ് പറയുന്നത്. പാസ്റ്റർ എപ്പോഴും പറയുന്ന ഒരു കാര്യം, അമ്മ എന്ന് പറയുന്നത്, അച്ഛൻ എന്ന് പറയുന്നത് അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണെങ്കിൽ പരസ്യമായ ഒരു സത്യമാണ് അമ്മ എന്ന് പറയുന്നത് അല്ലേ. ആർക്കും അതിനകത്തൊരു കൺഫ്യൂഷനും ഇല്ല. അമ്മ ആരാണെന്ന്, നിങ്ങളുടെ അമ്മ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനൊരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെ പരസ്യമായ ഒരു സത്യമാണ് അമ്മ. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ ജീവിതത്തിൽ മുന്നേറുന്ന സമയത്ത് നമുക്ക് മാതൃതുല്യമായിട്ട് നമുക്ക് ഒത്തിരി പേരെ ഒക്കെ നമുക്ക് കണ്ടുമുട്ടിയേക്കാം അല്ലേ. നമുക്ക് നല്ല മെൻറ്റേഴ്സിനെ കിട്ടും, ടീച്ചേഴ്സിനെ കിട്ടും. ആരെയൊക്കെ കിട്ടിയാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ജന്മം നൽകി ഈ ഭൂമിയിൽ നമ്മളായി തീരുവാൻ, നമ്മളെ 9 മാസം നമ്മളെ ചുമന്ന അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് കൊടുക്കേണ്ട പരിഗണനയും ലാളനയും ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ പങ്കുവെക്കാതെ എല്ലാവരെയും സ്നേഹിക്കാൻ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ദൈവസ്നേഹത്തെ കാണിക്കാനാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം, എന്നാലും അമ്മയ്ക്ക് കൊടുക്കേണ്ട മുൻഗണന എപ്പോഴും മറന്നു പോകാതിരിക്കാം. സാധാരണ പെൺകുട്ടികൾ വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്. അമ്മയെ അവരുടെ ജീവിതത്തിൽ അന്നേരമാണ് അവർ ഈ സാക്രിഫിഷ്യൽ ലവ് എന്തുവാണ് തിരിച്ചറിയുന്നത്. ഉറക്കമളച്ചിരുന്ന് അവരെ സംരക്ഷിച്ചതും, അതുവരെ അവർക്ക് ഇതൊക്കെ എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, ഇല്ലെന്നല്ല, ഞാൻ പൊതുവായിട്ടുള്ള കാര്യം പറയുവാണ്. എന്നാൽ ആൺകുട്ടികളെ നോക്കുകയാണെങ്കിൽ അവർ വിവാഹത്തിന് മുൻപ് അമ്മമാരെ ഭയങ്കര സ്നേഹമായിരിക്കാം. എന്നാൽ വിവാഹം കഴിഞ്ഞതോടുകൂടി അറിയാതെ ഈ സ്നേഹം പൂർണ്ണമായിട്ട് ഭാര്യയിലേക്ക് മാറും അല്ലേ. പക്ഷെ ഒരിക്കലും അതാ നമ്മുടെ സ്നേഹം നമുക്കൊരിക്കലും, അതാ നമ്മൾ എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, പൊതുവായിട്ടുള്ളതല്ല. എല്ലാവരും അങ്ങനെ ആണെന്നല്ല പറയുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, ഭാര്യയ്ക്ക് ഒരിക്കലും ഒരു അമ്മയാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം അമ്മയ്ക്ക് തന്നെ കൊടുക്കുക. ഹല്ലേലൂയ. ഒരമ്മയില്ലാതെ നമുക്കൊരിക്കലും ഈ ഭൂമിയിൽ ജനിക്കാൻ കഴിയത്തില്ല. യേശുവിന് പോലും ഒരു വിശുദ്ധയായ ഒരു അമ്മയെ ലഭിച്ചു. യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നത് പലരും സാക്ഷ്യം പറഞ്ഞത്, അതായത് ഹല്ലേലൂയ, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ അല്ലേ. ഇതിൽ കൂടുതൽ ഒരു വിശേഷത ലഭിക്കാനില്ല. ഇന്ന് നമ്മളും ആഗ്രഹിക്കണം, സമൂഹം നമ്മുടെയും കുഞ്ഞുങ്ങളെ കാണുന്ന ഉടനെ അമ്മമാരെ പ്രകീർത്തിക്കാൻ ഇടയാകുന്ന നിലവാരത്തിൽ നല്ല അമ്മമാരായിട്ട് നിൽക്കുവാൻ സ്വർഗ്ഗം നമ്മളെ ഓരോരുത്തരെയും
അമ്മമാരോട് നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന ഉടനെ നമുക്കറിയാം ഈ അമ്മയുടെ ഹൃദയം മുഴുവൻ കൺസേണാണ്. നിങ്ങൾ എത്ര പ്രായമുള്ള ഒരു അമ്മയോട് സംസാരിച്ചാലും, ഇപ്പം നമ്മൾ അമ്മണിയാൻ്റിയോട് സംസാരിക്കുകയാണെങ്കിൽ കൊച്ചുമക്കളെ കുറിച്ച് വരെയുള്ള കൺസേൺ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. അത് നമ്മളവരോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ അല്ലേ കൺസേൺ കൂടി, സ്നേഹത്തിൽ തുടങ്ങുന്നതായത്. പക്ഷേ ഈ കൺസേൺ കൂടി കൂടി ഇവരിൽ ഉള്ളിൽ അങ്ങ് ഭാരമാണ്. ആ ഭാരം വഹിച്ചുകൊണ്ടാണ് ഇവർ നടക്കുന്നത്. പക്ഷെ അവർക്കൊരിക്കലും ഫ്രീ ആകാൻ പറ്റുന്നില്ല. തലമുറകളെ കുറിച്ചുള്ള ഭാരം എന്തായിത്തീരും. എന്നാൽ ദൈവവചനത്തിൻ്റെ അകത്ത് നമുക്ക് വലിയൊരു വാഗ്ദത്തം പറയുന്നത്, ഹല്ലേലൂയ, എന്നെ സ്നേഹിച്ച് എൻ്റെ വഴിയിൽ നടക്കുന്നവർക്ക് 1000 തലമുറ വരെ ഞാൻ ദയ കാണിക്കും. കേട്ടോ, നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മൾ ദൈവത്തിന് മുൻപാകെ നേരോടെ നിൽക്കുക, കർത്താവിനെ മാത്രം സ്നേഹിച്ച് അവൻ്റെ വഴിയിൽ സഞ്ചരിച്ചാൽ ഹല്ലേലൂയ 1000 തലമുറയോട്. നിങ്ങൾക്ക് കേട്ടിട്ട് സന്തോഷമില്ല അമ്മമാർക്കൊന്നും? 1000 തലമുറയോട്, നമ്മുടെ യോഗ്യത കൊണ്ടോ ഒന്നുകൊണ്ടുമല്ല, 1000 തലമുറ വരെ ഹല്ലേലൂയ ദയ കാണിക്കുവാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ ഞാനൊരു അമ്മയായിരിക്കെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഒരിക്കലും ഒരമ്മയും വിലയേറിയതൊന്നും കുഞ്ഞുങ്ങളിൽ നിന്ന് ആഗ്രഹിക്കത്തില്ല. നമ്മൾ ഓർക്കും അമ്മയെ നമുക്ക് എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് കരുതി നമ്മൾ ഭയങ്കര അല്ലെ ചെറുതൊന്നും കൊടുത്താൽ അമ്മയ്ക്ക് തൃപ്തിയാകത്തില്ലെന്ന് കരുതി നമ്മളിങ്ങനെ വിലയേറിയ കാഴ്ച അങ്ങനെ ചിന്തിച്ച് നമ്മൾ ചെറുതും കൊടുക്കത്തില്ല. എന്നാൽ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് ഹല്ലേലൂയ അവരെ അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ അല്ലേ, അവരോട് നിങ്ങൾ തുറന്ന് സംസാരിക്കുക അല്ലേ. ആ ഒരു നനഞ്ഞ സ്നേഹത്തിൻ്റെ വാക്കുകൾ മാത്രമാണ് എല്ലാ അമ്മമാരും ഉള്ളത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമുക്ക് ആഗ്രഹിക്കാം അമ്മമാരെ എല്ലാം അല്ലേ, അമ്മമാരെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടിയ ഒരു നല്ലൊരു സുദിനമാണ്. സദൃശ്യവാക്യം 31-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം പറയുന്നത്, അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. ഹല്ലേലൂയ, ആമേൻ. ഇപ്പം ദൈവസഭയ്ക്കകത്തെ എല്ലാ അമ്മമാർക്കും ആ ഒരു ഭാഗ്യ അവസരം, അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. തീർന്നിട്ടില്ല, അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നത്, അനേകം തരുണികൾ സാമർത്ഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവരിൽ എല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കും. അല്ല, ഭർത്താവ് ഈ ഭാര്യയെ ഒരു അമ്മയെപ്പോലല്ല കാണുന്നത്, തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയ സ്ത്രീ എന്ന നിലയിൽ. ഈ മദേഴ്സ് ഡേയിൽ പുരുഷന്മാർക്കും സ്ത്രീകളെ, സ്വന്തം ഭാര്യമാരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു നല്ല അവസരമാണ്. അതായത് ഒത്തിരി തരുണി മണികൾ ചുറ്റിനുമൊക്കെ കാണും, സാമർഥ്യമുള്ളവരും കഴിവുള്ളവരും ഒക്കെ കാണും. പക്ഷെ എൻ്റെ കുഞ്ഞിനെ നീ ഏറ്റവും നന്നായിട്ട് പരിപാലിച്ചു, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അവരെ പ്രശംസിക്കുന്ന ദിവസമായിട്ട്, നീ അവരിൽ എല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും അപ്രിസിയേഷൻ കൊടുക്കാവുന്ന ഒരു നല്ല ദിവസമാണിത്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ അമ്മയുടെ ഉദരത്തിലാകുന്നതിന് മുൻപ് തന്നെ ദൈവം നമ്മളെ എല്ലാവരെയും കണ്ടത്. ദൈവം നമ്മുടെ അസ്ഥികളെ എണ്ണി പിണ്ടാകാരമാകുന്നതിന് മുൻപേ ദൈവം കണ്ടു. എന്നാൽ ദൈവം കഴിഞ്ഞതിന് ശേഷം ആ ജീവന്റെ തുടിപ്പ് തിരിച്ചറിഞ്ഞത് അമ്മയാണ്. ആ ജീവന്റെ തുടിപ്പ് അന്ന് മുതൽ അറിഞ്ഞ് ഹല്ലേലൂയ നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു നല്ല ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമ്മുടെ പിറകിൽ പ്രവർത്തിച്ച അമ്മയെ നമ്മൾ ഓർക്കുക. ഹല്ലേലൂയ. അമ്മയ്ക്ക് ഏറ്റവും ഹൃദയം നിറഞ്ഞ സ്നേഹം കൊടുത്ത് അമ്മയെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയായിട്ട് തീരട്ടെ. ഇന്നത്തെ ഈ മദേഴ്സ് ഡേക്ക് എനിക്ക് ദൈവകൃപയാൽ ഒരു ചെറിയ സന്ദേശം പറയാൻ കർത്താവ് എന്നെ ഒരുക്കിയതിനായിട്ട് ഞാൻ നന്ദി കരയേറ്റുന്നു. ഹല്ലേലൂയ. പറയുന്നതിന് മുൻപേ ഞാനങ്ങ് പറയുകയാണ്, ഒരുക്കിയതിനായിട്ട് ഞാൻ നന്ദിയോടുകൂടി ഹല്ലേലൂയ ചെറിയ ഈ സന്ദേശം. ഇന്ന് നമ്മുടെ പല അമ്മമാരും നമ്മുടെ കൂടെ ഇല്ല, അവരെല്ലാവരും വിദേശ യാത്രയിലൊക്കെ ആയിരിക്കുന്നു. എന്നാൽ പോലും എല്ലാ ഇയാസിലെ എല്ലാ അമ്മമാരെയും ഈ സമയം നമുക്ക് ഓർത്ത് അവരെ എല്ലാം ഹൃദയത്തിൽ വഹിച്ച് അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നാം ഇന്ന് നിൽക്കുന്നത് കൃപയുടെ കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ധാരാളമായിട്ട് കേട്ടിട്ടുള്ളൊരു വാക്കാണ് കൃപയെന്ന് പറയുന്നത്. കൃപ എന്ന് കേൾക്കുന്ന ഉടനെ കൃപ എന്ന് ധാരാളം പെൺകുട്ടികൾക്ക് പേരുണ്ട്. കൃപ, ഗ്രേസ്, ദൈവകൃപയും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ദൈവകൃപ വെളിപ്പെട്ട് വരുമ്പോഴാണ് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അത്ഭുതമായിട്ട് മാറുന്നത്. പാസ്റ്ററിന് നാളുകൾക്ക് മുമ്പ് കൃപയെക്കുറിച്ചുള്ള വെളിപ്പാട്, അതാണ് ദൈവകൃപയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള, അതാണ് വെളിപ്പാടെന്ന് പറയുന്നത്. നമ്മൾ ദൈവകൃപ ഒരു വാക്കായിട്ടിരിക്കാനുള്ളതല്ല, ദൈവകൃപ പ്രവർത്തിക്കാൻ കഴിയും.
ഈ ദൈവകൃപയെക്കുറിച്ചൊക്കെ അന്ന് ആ സമയങ്ങളിൽ പറയുമ്പം പല യൗവനക്കാരും വന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്, കൃപ എത്ര നാളുകൊണ്ട് പഠിച്ചെടുക്കാം? എല്ലാവരുടെയും വിചാരം കൃപ ഒരു സബ്ജക്റ്റാണ്, കൃപ ഒരു വാക്കായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത്. 6 മാസം കൊണ്ട് പഠിക്കാമോ? ഇതൊരു കോഴ്സാണ് നാം പലരുടെയും വിചാരം. 1 വർഷം കൊണ്ട് ഇത് പഠിച്ചെടുക്കാമോ? എന്നാൽ കൃപ അനുഭവിക്കാനുള്ള ഒന്നാണ്. കൃപ നമ്മുടെ ആയുഷ്കാലം മുഴുവൻ നമ്മൾ അനുഭവിച്ചാലും തീരാത്ത, നമ്മൾ ഇവിടെ സാധാരണ പറയും കൃപയുടെ നദിക്കരികിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ ഒരിക്കലും ആ ഉറവ പറ്റുന്നില്ല. അങ്ങനെ നമുക്ക് അനുഭവിക്കാനായിട്ട് സ്വർഗം തുറന്നിട്ടിരിക്കുന്ന ഒരു ഉറവിടമാണ് ഈ കൃപയെന്ന് പറയുന്നത്. അപ്പം കൃപ നമുക്ക് അനുഭവിക്കാനുള്ള ഒന്നാണ്. കൃപയെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും ബേസിക് അടിസ്ഥാനപരമായ അറിവെന്ന് പറയുന്നത് തന്നെ നാം എവിടെയാണ് നിൽക്കുന്നത്. ഒരു ദൈവ പൈതൽ യേശുവിനെ അറിഞ്ഞോ, യേശു അവനെ പിടിച്ചു നിർത്തുന്ന ഇടമാണ് കൃപ. അതാണ് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം പറയുന്നത്, നാം നിൽക്കുന്ന കൃപയിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കണ്ടോ, നാം എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ഏത് ഊണിലും ഉറക്കത്തിലും നമ്മുടെ ചിന്തയിൽ വരേണ്ട ഒരു കാര്യമാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, അല്ലേ? യേശുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായിട്ടൊക്കെ സ്വീകരിച്ചു. നമ്മളെ കർത്താവ് കൊണ്ട്, അതായത് കൃപ എന്ന് പറയുമ്പോൾ കൃപയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും. കൃപ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ കൃപയിൽ തന്നെ നിൽക്കണം. നമ്മളെ നിർത്തിയെടുത്ത് നമ്മൾ ഉറച്ചു നിൽക്കുക. യേശു ഭൂമിയിലേക്ക് വന്നത് കൃപയും സത്യവും നിറഞ്ഞവനായിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്യമാണ്. ഹല്ലേലൂയ. യേശു ഭൂമിയിലേക്ക് വന്ന് കൃപയും, ഞാൻ ഒത്തിരി ചിന്തിച്ചൊരു വാക്യമാണ്. എന്തിനാണ് യേശു കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് വന്നത്? യേശു എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, വചനം ജഡമായിട്ട് വന്നവനാണ് യേശു. അങ്ങനെയാണെങ്കിൽ വചനമായിട്ട് ഇങ്ങനെ വന്നാൽ പോരായിരുന്നു, അല്ലേ? എന്തിനാണ് ഈ കൃപയും കൂടെ ഫുൾനെസ് ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത് എന്ന് പറഞ്ഞു യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അപ്പം കൃപ നമ്മളെ, അതായത് കൃപയ്ക്ക് നമ്മളെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഈ ദൈവവചനത്തിൻ്റെ അകത്തെ സത്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വലിയ ബുദ്ധിമാന്മാരോട് നിങ്ങൾ സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും, പലർക്കും പലതും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. കൃപ ആക്ടിവേറ്റ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ദൈവവചനത്തിൻ്റെ അകത്തെ സത്യങ്ങളെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഇതൊരു അറിവായിട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ആണ് യേശു, അല്ലെ, യേശുവിലെ ആ കൃപ തന്നെയാണ്, ഹല്ലേലൂയ, കേൾവിക്കാരന് കണ്ടോ ആ സത്യങ്ങളെ ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പം യേശുവിൻ്റെ ജീവിതം, അപ്പം നമ്മൾ യേശുവിൻ്റെ ശുശ്രൂഷ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, യേശുവിന് എവിടെയും കടന്നു ചെന്നു, അല്ലെ? ആരെയും യേശുവിനെ ആകർഷിക്കുവാൻ കഴിഞ്ഞു. അത് കൃപയുള്ളത് കൊണ്ടാണ്. മോശയ്ക്കൊന്നും എല്ലാവരെയും ആകർഷിക്കാൻ കഴിഞ്ഞില്ല, അല്ലെ? മോശയുടെ കയ്യിൽ വചനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ന്യായപ്രമാണം എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ വചനം തന്നെയാണ് പ്രമാണമായിട്ട് വന്നത്. എന്നാൽ യേശു കൃപയും നിറഞ്ഞവനായിട്ട് വന്നതുകൊണ്ട് യേശുവിന് എവിടെയും ഏത് പാപത്തിൻ്റെ ചേറ്റിൽ കിടക്കുന്നവരെയും ഈ ദൈവകൃപയ്ക്ക് ആകർഷിക്കാൻ കഴിയും. അവിടെ ദൈവകൃപയുടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവകൃപ ഒരിക്കലും നമ്മുടെ യോഗ്യതകളെ നോക്കുന്നില്ല, നമ്മുടെ അയോഗ്യതകളെ നോക്കുന്നില്ല, നമ്മുടെ കഴിവിനെ നോക്കുന്നില്ല, നമ്മുടെ കഴിവില്ലായ്മ നമ്മളെ ഒന്നും ജഡ്ജ് ചെയ്യാതെ നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്നോ ആ നിലവാരത്തിൽ നമ്മളെ സ്നേഹിക്കണമെങ്കിൽ ആ ഉയരത്തിലെ ആ ശക്തി പ്രവർത്തിക്കാതെ ഒരിക്കലും ഒരു മനുഷ്യനും ഒരു രൂപാന്തരം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് യേശു കൃപ നിറഞ്ഞവനായിട്ട്, അല്ലെ, വചനമാകുന്നവൻ ആ ദൈവ കൃപയോടുകൂടി വന്ന്, ഹല്ലേലൂയ, അതായത് ദൈവം തന്നെ നമ്മളിൽ പ്രവർത്തിച്ച് നമ്മളെ നേടിയെടുക്കുന്ന ഒരു വലിയ ദൗത്യവുമായിട്ടാണ് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. യേശു ഒരിക്കൽ ദേവാലയത്തിൽ പോയപ്പം, ഹല്ലേലൂയ, അന്ന് യേശുവിന് വായനാഭാഗമായിട്ട് കിട്ടിയത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് കിട്ടിയത്. അത് യെശയ്യാ 61-ാം അധ്യായത്തിലെ ആ ഭാഗമാണ് യേശുവിന് വായനയ്ക്കായിട്ട്. അപ്പം യേശു ആ ഭാഗം വായിക്കുവാനായിട്ട് ആലയത്തിലേക്ക് ചെന്നപ്പം ആ ഭാഗം തന്നെ ലൂക്കോസ് 4-ാം അധ്യായത്തിൽ നമുക്കൊന്ന് കാണാം. ലൂക്കോസ് 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അന്ന് താൻ വായിച്ച ഭാഗം ലൂക്കോസ്, വൈദ്യനായിരിക്കുന്ന ലൂക്കോസ് അത് കോട്ട് ചെയ്ത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് 16-ാം അധ്യായത്തിൽ, ലൂക്കോസ് 4:16, അതായത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതായത് ഈ ഭാഗം നമ്മൾ വായിക്കുന്നോണേ, എന്തിനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്, എന്താണ് തൻ്റെ ദൗത്യം, തന്നെ ആരാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരമേൽപ്പിച്ചത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട്, അതായത് തന്നെക്കുറിച്ച് തന്നെയുള്ള പ്രവചനം
എടുത്തു വായിക്കുവാൻ അന്ന് യേശുവിനിടയായിട്ട് തോന്നി. നമുക്കറിയാം, ഒരു വചനത്തിനകത്തെല്ലാം ശക്തി നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ വചനത്തിന്റെ ശക്തി റിലീസ്ഡ് ആകണമെങ്കിൽ, ഹല്ലേലൂയ, ആ വചനത്തിന്റെ ഉറവിടമായിരിക്കുന്നവൻ തന്നെ അതിന്റെ ശക്തിയെ പുറപ്പെടുവിച്ചെങ്കിൽ മാത്രമേ ആ ശക്തി വ്യാപരിക്കത്തുള്ളൂ. അതാണ് നമുക്കറിയാം, ഓരോ അക്ഷരത്തിന്റെ അകത്തും ആത്മാവ് നിറഞ്ഞിരിക്കുകയാണ്, അല്ലെ? ആത്മാവ് ചലിച്ചെങ്കിൽ മാത്രമേ ദൈവവചനത്തിന്റെ അകത്തെ ശക്തി വ്യാപരിക്കത്തുള്ളൂ. അപ്പം ഇതൊരു വചനമായിട്ട്, യെശയ്യാവ് പ്രവചനമായിട്ടിരുന്ന ഒരു കാര്യം യേശു തന്നെ ആ ഭാഗം എടുത്ത് വായിക്കുമ്പോൾ അന്ന് ആ വചനത്തിന് നിവർത്തീകരണം വരികയാണ്. ഇങ്ങനെയാണ് അവിടെ പറയുന്നത്, അവൻ വളർന്ന് നസ്രയത്തിൽ വന്നു, ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിന്നു. ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബന്ധനസ്ഥർക്ക് വിടുതലും കുരുടർക്ക് കാഴ്ചയും പ്രസംഗിക്കാനും പീഡിതരെ വിടുവിച്ചയക്കാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രഖ്യാപിക്കാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. നമ്മൾ യെശയ്യാവിൽ 61-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ കൂടെ ദൈവത്തിന്റെ പ്രതികാര ദിവസം എന്നൊരു വാക്യം കൂടെ ഉണ്ട്. അത് വിട്ടിട്ടാണ് യേശു എടുത്ത ആ ഭാഗം വായിക്കുന്നത്. അതായത് യേശു വന്നത് തന്നെ ദൈവത്തിന്റെ അനുകൂലതയുമായിട്ട് യേശു വന്നു. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ, അല്ലെ? യേശു വന്നത് ദൈവത്തിന്റെ പ്രസാദ വർഷം. ദൈവം നമുക്ക്, കൃപയെന്ന് പറയുന്നത് അതാണ്, ദൈവം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് കൃപ നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാ, നമ്മുടെ ഒന്നും കണ്ടിട്ടല്ല, ദൈവം അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിക്ക് രൂപാന്തരം ഉണ്ടാകുന്നു. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ യേശു എന്തിനാണ് വന്നത്? യേശുവിൻ്റെ മേൽ പിതാവാം ദൈവം വലിയ അഭിഷേകം നിറഞ്ഞവനായിട്ടാണ് താൻ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങി വരുന്നത്. ഇവിടെ പറയുവാണ്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാം. സുവിശേഷം എന്ന് പറയുമ്പോൾ ഗുഡ് ന്യൂസ്. അതായത് ആദമീയ പാപം മൂലം ദൈവിക ബന്ധത്തിൽ നിന്ന് അകന്നുപോയ മാനവരാശിയോട് ഏറ്റവും വലിയൊരു സദ്വർത്തമാനം, വീണ്ടും നിങ്ങളെ പുനഃസ്ഥാപിക്കും, ആ ദൈവത്തിന്റെ അനുകൂലത നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു എന്നുള്ള വലിയൊരു സദ്വർത്തമാനമായിട്ട് യേശു വന്നത്, അല്ലെ? ഇവിടെ നമ്മൾ വായിക്കുന്ന ഉടനെ, അതായത് തടവിൽ കിടക്കുക എന്ന് പറയുമ്പം ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം, അല്ലെ? മാനവകുലം മുഴുവൻ എല്ലാവരും തടവിൽ കിടക്കുക, ആരെയും രക്ഷിക്കാൻ പറ്റാതെ വണ്ണം. ഹല്ലേലൂയ, അല്ലെ? ഇവിടെ പറയുന്നത് കുരുടർ, അതായത് ആത്മീയ അന്ധതയിൽ കിടക്കുന്ന കൂട്ടം, കർത്താവിനെ തിരിച്ചറിയാൻ പറ്റാതെ കിടക്കുന്ന ഒരു കൂട്ടം ജനം. ഹല്ലേലൂയ, ഇരുട്ടിന്റെ തടവറയിൽ കിടക്കുന്ന ഒരു കൂട്ടത്തെ വിടുവിക്കുവാനാണ് യേശു ഇറങ്ങി വന്നത്. യേശു വന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന്റെ ഇവരുടെ ആരുടെയും യോഗ്യത നോക്കിയിട്ടല്ല യേശു ഇവരെ ആരും പുറത്തു കൊണ്ടുവരുന്നത്. ദൈവത്തിന്റെ കൃപ പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. തന്നിലുള്ള കൃപയുടെ ആ ശക്തി അവിടെ വ്യാപരിച്ചപ്പോൾ ഏത് ബന്ധനത്തിൽ കിടക്കുന്നവരെയും, അല്ലേ? നമ്മൾ ഓർക്കും, ഒരു തടവറയ്ക്ക്, അതായത് ചില തടവറയിൽ കിടക്കുമ്പോൾ ഇതിൽ നിന്ന് ആർക്കും അവരെ പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്ന, അങ്ങനെയുള്ള തടവറ ബന്ധനത്തിൽ കിടക്കുന്ന പോലും പുറത്തു കൊണ്ടുവരുവാൻ ഈ കൃപയ്ക്ക് കഴിയും. കൃപയ്ക്ക് എവിടെയും ചെന്നെത്തി ആരെയും ആകർഷിക്കാൻ കഴിയും. അപ്പം ഇന്ന് നമ്മൾ യേശുവിനെ പിൻപറ്റുന്ന നമ്മുടെ മേലും ഇതേ വലിയ ദൗത്യമാണ് കർത്താവ് തന്നിരിക്കുന്നത്, അല്ലേ? ഈ സദ്വർത്തമാനം അറിയിക്കേണ്ടത്, ഹല്ലേലൂയ, അല്ലേ? കർത്താവിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളും ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് ചൊല്ലുമ്പോൾ നമ്മളും കൃപയും സത്യവും നിറഞ്ഞവരായിട്ട് വേണം കർത്താവിൻ്റെ സുവിശേഷത്തെ പകർന്നു കൊടുക്കാൻ. സത്യം മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ വ്യക്തിയുടെ ചിന്തകൾക്കകത്ത് കുറേ അറിവ് പകരാമെന്നേ ഉള്ളൂ, ആ വ്യക്തിക്ക് ഒരിക്കലും രൂപാന്തരം ഉണ്ടാകത്തില്ല. എന്നാൽ കൃപ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, അല്ലെ, സത്യം വിട്ട് കളഞ്ഞിട്ട് കൃപയിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിന്നാൽ ആ വ്യക്തിക്ക് പെട്ടെന്ന് ചിന്ത വരും, ഹല്ലേലൂയ, എനിക്ക് എന്ത് പാപസ്വഭാവം എനിക്ക് ചെയ്യാം ഉള്ള ഒരു തെറ്റായ ധാരണ കൃപയ്ക്ക് കൊടുക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്, യേശു കൃപയും സത്യവും നിറഞ്ഞവനെ നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കട്ടെ. കൃപയും സത്യവും നിറഞ്ഞിരിക്കുക, അതായത് കൃപയോടുകൂടി സത്യത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ ആ വ്യക്തിയുടെ, ഏത് തടവറയിൽ ആ വ്യക്തി കടന്നാലും ആ ബന്ധനത്തിൽ നിന്ന് നമുക്ക് ആ വ്യക്തിയെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. കൃപ അവിടെ പ്രവർത്തിക്കും. കൃപ ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് സത്യവചനത്തെ ഇറക്കുവാൻ ദൈവം തന്നെ പ്രവർത്തിക്കുന്നതാണ് ഈ കൃപയെന്ന് പറഞ്ഞു. ദൈവം തന്നെ അവിടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവിടെ പ്രവർത്തിക്കും. അതാണ് നമ്മൾ കാണുന്നത്, അല്ലെ? രോഗികൾ സൗഖ്യമാകുന്നു. ഏത് നിങ്ങളുടെ കടഭാരമാണോ ആ ബന്ധനത്തിൽ നിന്ന് നമ്മൾ കൃപയും സത്യവും നിറഞ്ഞ സുവിശേഷം നമ്മൾ പറയുമ്പോൾ എല്ലാ തടവറയും ഭേദിച്ചുകൊണ്ട് ആർക്കും പുറത്തു കൊണ്ടുവരാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന മേഖലയിൽ നിന്ന് പോലും മനുഷ്യരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അതുകൊണ്ട്
കൃപയും സത്യവും നിറഞ്ഞ കർത്താവിലെ ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ ഭാവമാണ് അവൻ, കൃപയും സത്യവും നിറഞ്ഞവനായിരുന്നു. അതേ ഭാവം തന്നെ നമ്മുടെ ശുശ്രൂഷകളിലൊക്കെ കാണട്ടെ. അങ്ങനെ അനേകർ ആ ക്രിസ്തേശുവിൻ്റെ സ്വാതന്ത്ര്യം അവർ അനുഭവിക്കില്ല. ക്രിസ്തുവിൻ്റെ പ്രസാദ വർഷം, ഹല്ലേലൂയ അല്ലേ. ചില വാക്കുകളൊക്കെ ഇന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉൾക്കൊള്ളുക. യേശു വന്നത് ദൈവത്തിൻ്റെ പ്രസാദ വർഷം അറിയിക്കാൻ, ഫേവറബിൾ ഡേയ്സ് ഓഫ് ദ ലോർഡ്. ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കൃപയിൽ നമ്മൾ നിൽക്കുന്നതെന്ന് പറയത്തില്ല, ദൈവ കൃപയിലാണ് നമ്മൾ നിൽക്കുന്നത്. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? കൃപാ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവം നമുക്ക് അനുകൂലമായിട്ട്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ള വലിയ സന്ദേശം. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ തുടർമാനം വായിക്കുമ്പോൾ 20-ാമത്തെ വാക്യം, പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേൽ പതിഞ്ഞിരുന്നു അല്ലേ. പല പ്രാവശ്യവും അവിടെ ന്യായപ്രമാണത്തിൽ നിന്ന് പല ഘോരഘോര പ്രസംഗങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ കൃപയും സത്യവും ഉള്ള ഒരുവൻ എഴുന്നേറ്റാൽ, ഹല്ലേലൂയ, കൃപയ്ക്കൊരു പ്രത്യേക ഒരു ആകർഷണ ശക്തിയുണ്ട്. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കാൻ ഈ കൃപയ്ക്ക് കഴിയും. അതാണ് എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേൽ പതിഞ്ഞു. പിന്നീട് പറയാണ്, ഹല്ലേലൂയ, എല്ലാവരും അവനെ പുകഴ്ത്തി അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു അല്ലേ. ഒരു തച്ചൻ്റെ മകനായിരിക്കുന്ന ഇവൻ എങ്ങനെയാണ് ഇത്രയും ഹല്ലേലൂയ അല്ലേ പ്രാഗൽഭ്യത്തോടെ ദൈവവചനത്തെ ഘോഷിക്കുവാൻ, ദൈവത്തിൻ്റെ അനുകൂലതയെ പ്രസ്താവിക്കുവാൻ കഴിവുള്ള അവനെ കണ്ട് എല്ലാവരും അവൻ്റെ ലാവണ്യ വാക്കുകൾ ആശ്ചര്യപ്പെട്ടു. അതാണ് കൃപയ്ക്ക് മാത്രം നമുക്ക് തരാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഹല്ലേലൂയ അല്ലേ. ദൈവവചനമാണ് പറയുന്നതെങ്കിൽ പോലും അതിനകത്തൂടെ, ഹല്ലേലൂയ, ദൈവസ്നേഹത്തെ ഒഴുക്കുവാൻ ഈ കൃപയ്ക്ക് കഴിയും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് നമ്മൾ ഈ കൃപ എങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കും അല്ലേ. കൃപയൊരു വിഷയമല്ല, കൃപയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ച് 2-3 കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ പരിശോധനകളൊക്കെ വരുമ്പം നമുക്കിങ്ങനെ തോന്നാറുണ്ട്, നമ്മുടെ വിശ്വാസമൊക്കെ നമ്മുടെ കാലേന്ന് ഇങ്ങനെ ചോർന്നു പോകുന്ന പോലെ, നമ്മൾ നിൽക്കുന്ന പ്രതലം പോലും, നിൽക്കുന്ന പ്രതലത്തിലെ മണ്ണ് ചോർന്നു പോകുന്നതായിട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട്. അതിൽ അങ്ങനത്തെ ചലഞ്ചസ് നമ്മൾ ചിലപ്പം ഫേസ് ചെയ്തതായിട്ട് വരുമ്പം പെട്ടെന്ന് നമ്മുടെ ചിന്തകളിലേക്ക് വരേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ കൃപയിലാണ് നിൽക്കുന്നത്. കൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക്, ഹല്ലേലൂയ, കൃപയിൽ വിശ്വാസത്തെ അവിടെ ജനിപ്പിക്കാൻ കഴിയും. നമ്മൾ പലപ്പോഴും കൃപയിൽ വേരുറയ്ക്കാത്തത് കൊണ്ടാണ് നമ്മൾ വിശ്വാസം ചോർന്നു പോകുന്നത്. കൃപയിൽ ഒരു വ്യക്തി ശരണപ്പെട്ടാൽ തന്നെ വിശ്വാസം ഉണ്ടാകും. നമുക്കറിയാം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ രക്ഷയ്ക്കകത്തൊന്നും നമുക്ക് പുകഴാനൊന്നുമില്ല. അതെല്ലാം ദൈവം തന്നെ അല്ലേ, ദൈവം തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മൾക്ക് പലരും പലരെക്കുറിച്ചും നമ്മളെ ഇങ്ങനെ കർത്താവിലേക്ക് ആനയിച്ചവരെ കുറിച്ചൊക്കെ നമുക്ക് പലതും പറയാൻ കാണും. ഇന്നാര് പറഞ്ഞതുകൊണ്ടാണ് യേശുവിനെ അറിഞ്ഞത്, അതൊക്കെ സത്യമാണ്. ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച പക്ഷേ ദൈവകൃപയാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ കൃപയ്ക്ക് ഇനിയും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുന്നേറ്റങ്ങളെ തരുവാൻ കൃപയ്ക്ക് കഴിയും. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം പറയുന്നത്, ഹല്ലേലൂയ, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരും. അതാണ് ദൈവകൃപയിൽ ശരണപ്പെടുന്ന ഒരു വ്യക്തിക്ക്, ഹല്ലേലൂയ, അവൻ ക്രിസ്തുവിൻ്റെ വചനത്തെ പല കേൾവിയുടെ മധ്യത്തിൽ ക്രിസ്തുവിൻ്റെ വചനത്തെ അവന് ക്ലാരിറ്റിയോട് കേൾക്കുവാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ദിവസങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഇടയാകട്ടെ അല്ലേ. ദൈവകൃപയിൽ നിൽക്കുന്നവൻ, ഹല്ലേലൂയ, അവൻ്റെ വിശ്വാസം ചോർന്നു പോകത്തില്ല. അവൻ പല നെഗറ്റീവായിട്ടുള്ള, അവനെ ഇപ്പം തീർക്കും എന്നുള്ള നെഗറ്റീവ് വാർത്തകളുടെ മധ്യത്തിൽ അവന് കണ്ടില്ലേ, അവൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഈ കൃപയ്ക്ക് കഴിയും. ഇങ്ങനെയാണ് യാക്കോബ് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത്, നിങ്ങളെ രക്ഷിപ്പാൻ കഴിവുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളും അല്ലേ. ദൈവകൃപയിൽ നിൽക്കുന്ന ഒരുവന് കിട്ടുന്ന ഒരു ദൈവത്തിൻ്റെ വലിയ അനുകൂലതയാണ് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു പക്ഷേ ജീവിതത്തിൽ അനുഭവം കാണും, നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നമുക്ക് ഒരിക്കലും ദൈവവചനം കേൾക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവകൃപയിൽ ശരണപ്പെടുകയാണെങ്കിൽ എന്ത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും കണ്ടോ, നമ്മളെ രക്ഷിക്കാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവാൻ ഈ ദൈവകൃപയിൽ ശരണപ്പെടുന്നതിന് കഴിയും. ദൈവവചനം എന്ന് പറയുന്നവൻ രക്തം തളിച്ച ഉടുപ്പ് എന്ന് പേരുള്ളവൻ, ദൈവവചനമായിരിക്കുന്നവൻ തന്നെ നമ്മളോട് നേരിട്ട് വന്ന് സംസാരിക്കുന്ന അനുഭവങ്ങൾ, ഇത് ദൈവകൃപയ്ക്ക്, എനിക്കിതാ പറയാനുള്ളത്, ദൈവകൃപയ്ക്ക്
വിശ്വാസത്തെ ജനിപ്പിക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും പറയും വിശ്വാസം അങ്ങോട്ട് വരുന്നില്ല അല്ലേ, വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർത്താൽ മതി ഈ രക്ഷയ്ക്കകത്ത് നമ്മളെ എവിടെയാണ് നിർത്തിയിരിക്കുന്നത്. നമ്മൾ ദൈവകൃപയിലാണോ നിൽക്കുന്നത്, അവിടെ തനിയെ കൃപ എന്ന് പറയുന്നത് വേര. കർത്താവിൽ വേരൂന്നുന്നവന് വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഫലമാണ്. ക്രിസ്തുവിൽ വേരൂന്നുന്നവന് വിശ്വാസം തന്നെ അവിടെ പ്രൊഡ്യൂസ്ഡ് ആണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ജീസസ്, ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. നമുക്കെല്ലാം വളരെ പരിചിതമായ വാക്യമാണ്. ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. അതായത് ദൈവം അനുകൂലമാണെങ്കിൽ ദൈവം പോലും നമ്മളെ ഇനിയും കുറ്റം വിധിച്ച് തള്ളത്തില്ല. ഞാൻ നാളെ ഒരു പാപം ചെയ്താൽ പോലും, ഹല്ലേലൂയ, അതിനു വേണ്ടിയൂടാണ് എൻ്റെ യേശു എനിക്ക് വേണ്ടി യാഗമായി തീർന്നിരിക്കുന്നത്. അത്രയ്ക്കൊരു ദൈവിക അനുകൂലതയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഇത് കൃപയും സത്യവും ചേർന്നതായതുകൊണ്ട് നിങ്ങൾ നാളെ പോയി പാപം ചെയ്യാനല്ല പറയുന്നത്, നമ്മുടെ തിരിച്ചറിവിന് വേണ്ടി പറയുവാണ്. അത്രയ്ക്ക് ഒരു സ്നേഹത്തിൻ്റെ, ഹല്ലേലൂയ, ഒരു അനുകൂലതയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ നാളത്തെ കുറവുകളെ പോലും കണക്കിടാത്തൊരു ദൈവം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉറപ്പ് പറയുവാണ്, നമ്മൾ ദൈവകൃപയിലാണോ നിൽക്കുന്നത്, ഒരിക്കലും നമ്മളെ ദൈവം പോലും കുറ്റം വിധിച്ച് തള്ളത്തില്ല. നമുക്ക് ഇതിനോട് ചേർത്ത് ഒരു ഭാഗം കൂടെ വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം. ആമേൻ. 33. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും, നീതീകരിക്കുന്നു ദൈവം. അതായത് ദൈവം നമ്മളെ കുറ്റം ചുമത്തത്തില്ല. നമ്മുടെ കുറവ് വന്നാൽ പോലും ദൈവം നമ്മളെ സ്നേഹത്തിൽ മറച്ചു പിടിക്കും. നമുക്കെതിരെ ഒരു വ്യക്തിക്ക് പോലും നമ്മളെ കുറ്റം ചുമത്താൻ പറ്റത്തില്ല. അതായത് നമുക്കെതിരെ വരുന്ന ആയുധങ്ങളൊന്നും ഫലിക്കത്തില്ല. അതാണ് ദൈവം നമ്മളോട് പറയുന്ന ഉറപ്പ്. നമ്മൾ പലപ്പോഴും അല്ലേ, നമുക്കൊരു ക്ഷീണവും പ്രയാസം വരുമ്പോൾ ആരെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലും ചെയ്താണോ എന്നൊക്കെ പെട്ടെന്ന് ചിന്ത വരുന്നത്. അത് നമുക്കെതിരെ ആർക്കും, അതാണ് ഒരു ശിക്ഷാവധിയും വരാതെ വണ്ണമാണ് ഈ ദൈവകൃപയ്ക്കകത്ത് നിൽക്കുന്നത്. എന്നാൽ നമുക്ക് തന്നെ വേണമെങ്കിൽ നമ്മളെ കുറ്റം വിധിക്കാൻ പറ്റും. നമുക്ക് തന്നെ വേണമെങ്കിൽ നമ്മളെ അല്ലേ കണ്ടംനേഷനിലേക്ക് പോകാൻ പറ്റും. ദൈവവും മനുഷ്യർക്കും ഒന്നും നമ്മളെ ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അല്ലേ, നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ, അതിലുണ്ടാകുന്ന കുറ്റബോധം നമ്മുടെ മനസ്സിനെ ഇങ്ങനെ കാർന്നു തിന്ന. നാളുകളെക്കുറിച്ചുള്ള ഭാരം, നാളെ എന്തായിത്തീരും, ഭീതി, ഭയം, ഇതൊക്കെ നമ്മുടെ മനസ്സാക്ഷിയെ ഇളക്കാൻ പറ്റും. എന്നാൽ അങ്ങനെ പോലും ഉണ്ടാകാതിരിക്കാനാണ് സ്വർഗത്തിലെ ദൈവം കൃപയിൽ നമ്മളെ നിർത്തിയപ്പോൾ നമ്മുടെ മാനസിക നിലവാരത്തിൻ്റെ അകത്തൊരു വലിയൊരു ആന്തരിക സൗഖ്യം ചെയ്തിരിക്കുകയാണ്. നമ്മളിത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് വീണ്ടും നമ്മൾ തന്നെ നമ്മളെ കുറ്റം വിധിക്കും. ദേർ ഈസ് നോ കണ്ടംനേഷൻ. ആർക്കും നമ്മളെ കുറ്റം വിധിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സ്വയത്തിനു പോലും നമ്മളെ കുറ്റം വിധിക്കാൻ പറ്റാത്ത നിലവാരത്തിലാണ് കർത്താവ് ദൈവകൃപയ്ക്കകത്ത് നമ്മുടെ മേൽ വലിയൊരു സൗഖ്യം കർത്താവ്, ഒരു ആന്തരിക സൗഖ്യം. ഹല്ലേലൂയ. നമ്മുടെ അതിനാണ് പറയുന്നത് വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ദൈവകൃപയ്ക്കകത്ത് നമുക്ക് കിട്ടിയ വലിയൊരു അനുഭവമാണ് ക്രിസ്തുവിൻ്റെ മനസ്സാക്കിയത്. ക്രിസ്തുവിനെ പോലെ ചിന്തിക്കാൻ അല്ലെ, കർത്താവിന് ഒരു ആദിയില്ല, ഭയമില്ല, ആകുലകൾ ഒന്നുമില്ലാത്തതുപോലെ നമുക്കും സ്വസ്ഥതയോടെ ഇരുന്ന് ഹല്ലേലൂയ കർത്താവ് തന്നിരിക്കുന്ന ജീവിതത്തെ ഏറ്റവും ആനന്ദം, നമുക്ക് ആത്മാവിൽ തന്നിരിക്കുന്ന ആ സന്തോഷവും സമാധാനത്തെ ഒന്നും ആരും കവർന്നു കളഞ്ഞുകൊണ്ട് പോകാതിരിക്കാനാണ് കർത്താവിൻ്റെ മനസ്സാക്കി നമ്മുടെ മനസ്സിനെ തീർച്ചയായും. ആരും നമ്മളെ കുറ്റം വിധിക്കാതെ വേണം അല്ലെ, ദൈവകൃപയ്ക്കകത്ത് നിൽക്കുന്നവനെ നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് പറയാം, എൻ്റെ മനസ്സാക്ഷി നിനക്ക് എന്നെ കുറ്റം വിധിച്ച് എന്നെ തകർക്കാൻ പറ്റത്തില്ല, ലോകത്തിന് പറ്റത്തില്ല അല്ലേ. ദൈവം പോലും എനിക്ക് അനുകൂലമായി നിൽക്കുമ്പം എനിക്ക് പ്രതികൂലം ആരുമില്ല എന്നുള്ളതാണ് ദൈവിക കൃപ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം. അടുത്തൊരു കാര്യമാണ് ഹല്ലേലൂയ, നമ്മൾ കർത്താവിൽ വന്നു കഴിഞ്ഞിട്ടും പല പാപപ്രവൃത്തികളും നമ്മളെ ഇങ്ങനെ പിന്തുടരുന്നതായിട്ട് നമുക്കറിയാം അല്ലേ. അത് പല രഹസ്യമായിരിക്കാം, പലർക്കും അറിയാത്ത രഹസ്യങ്ങൾ നമുക്കിനെ നമ്മുടെ ഈ ജഡീക സ്വഭാവത്തെ പലപ്പോഴും നിയന്ത്രിക്കാൻ പറ്റാതെ നമ്മൾ കൊണ്ടു നടക്കുന്ന ആയിട്ട് നമുക്കറിയാം. എന്നാൽ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം പറയുന്നത്, നാം കൃപയ്ക്ക് അധീനരാകിയാൽ പാപം നമ്മളിൽ കർത്തൃത്വം നടത്തുകയില്ല. കേട്ടോ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരാണ് നമ്മൾ ആ പാപസ്വഭാവത്തിൻ്റെ മേൽ നമ്മൾ ദൈവകൃപയിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ, കൃപയാണ് എൻ്റെ മേൽ വാഴ്ച നടത്തുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഈ പാപ സ്വഭാവത്തിന് നമ്മുടെ മേൽ പിന്നിരിക്കാൻ പറ്റത്തില്ല.
പാപ സ്വഭാവം ഒന്നൊന്നായിട്ട് വിട്ടുപോകുന്നതായിട്ട് അറിയാം. നമ്മൾ പലപ്പോഴും പാപ സ്വഭാവം എന്നൊക്കെ കേൾക്കുമ്പോൾ അല്ലേ, മദ്യപാനം, വെറിക്കൂത്ത്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്തകളിൽ വരുന്നത്. നമ്മുടെ അവയവങ്ങളിൽ ഏറ്റവും കൂടുതൽ പാപപ്രവൃത്തി ചെയ്യുന്നത് വേറൊന്നുമല്ല, നിങ്ങൾക്കെല്ലാം പരിചയം ഒരു വ്യക്തി തന്നെയാണ്, അത് നമ്മുടെ നാവ് തന്നെയാണ് അല്ലേ. നാവിനെ പക്ഷെ നമ്മൾ ട്രീറ്റ് ചെയ്യുക, അത് ബാക്കി എല്ലാത്തിനെയും നമ്മളിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് അതിനെയെല്ലാം നമ്മൾ ഇങ്ങനെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഉടനെ നമ്മുടെ നാവാണ് നാവിനെക്കുറിച്ച് പറയുന്നത്. നാവ്, യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, നാവിനെ ആർക്കും മെരുക്കാൻ കഴിയുന്നതല്ല. നാവ് ഒരു ചെറിയ അവയവമാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങ് ഇഗ്നോർ ചെയ്തിട്ടിരിക്കുകയാണ് അല്ലേ. അത് നാവ്, ഹല്ലേലൂയ, യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ നാവിനെ ആർക്കും മെരുക്കാവുന്നതല്ല, എന്നാൽ കേട്ടോ മനുഷ്യർക്കാർക്ക് മരിക്കാവുന്നതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പാപപ്രവൃത്തി ചെയ്യുന്നത് ഈ നാവ. എന്നാൽ വചനം നമ്മളോട് പറയുവാണ്, ഈ നാവിനെ നമ്മൾ ദൈവകൃപയ്ക്ക് കീഴിൽ കൊണ്ടുവരികയാണെങ്കിൽ ഈ നാവിനെ മെരുക്കുവാനായിട്ട് കഴിയും. ദൈവകൃപയുടെ അധീനതയിലേക്ക് ഈ നാവിനെ കൊണ്ടുവന്നാൽ, നാവ് വരുത്തുന്ന ദോഷമെന്ന് പറഞ്ഞാൽ നാവിൽ നിന്ന് ഒരേ സമയത്ത് ജീവനും മരണവും ഒരുപോലെ വരും. ജീവനെ നമ്മൾ തന്നെ കണ്ടോ, നമ്മുടെ ശത്രുവായിട്ട് മാറും. നമ്മുടെ ഈ ശരീരത്തെ ഈ ദൈവകൃപയ്ക്ക് അധീനപ്പെടുത്തിയില്ലെങ്കിൽ, വചനം ഉറപ്പ് പറയുവാണ്, കൃപയ്ക്ക് നിങ്ങൾ അധീനരാകിയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുകയില്ല. എന്തുകൊണ്ടാണ് വീണ്ടും നമ്മുടെ ശരീരങ്ങൾ പാപപ്രവൃത്തിയിലേക്ക് പോകുന്നത്? നമ്മൾ പലപ്പോഴും കൃപയ്ക്ക് അധീനരാകുന്നില്ല അല്ലേ. കൃപയിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് ശരണപ്പെടുകയാണെങ്കിൽ, കൃപ വന്നിരിക്കുന്നത് നമ്മളെ സഹായിക്കാനാണ്. ഹല്ലേലൂയ അല്ലേ. കൃപ, ഉയരത്തിലെ ആ ശക്തി, ഹല്ലേലൂയ, നമ്മുടെ ബലഹീനതകൾക്കകത്തേക്ക് ഇറങ്ങി വരുന്നത് നമ്മുടെ ബലഹീനതകൾക്കകത്ത് നമ്മളെ സഹായിക്കാനാണ് കൃപ വരുന്നത്. അപ്പോൾ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ നമ്മുടെ പാപപ്രവൃത്തികൾ, ആരും അറിയാത്ത പാപപ്രവൃത്തികളെയൊക്കെ നമ്മൾ കൃപയ്ക്ക് വിട്ടുകൊടുത്താൽ മതി. കൃപയ്ക്ക് വിധേയപ്പെടുക. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും നമ്മൾ കൃപയിലേക്ക് സമർപ്പിക്കുന്ന ഉടനെ അതിനകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഒരേ വായിൽ നിന്ന് കയ്പും മധുരവും ഒരേ നാവിൽ ഉറവിടത്തിൽ നിന്ന് വരുന്നു. ഒരേ നാവിൽ ഉറവിടത്തിൽ നിന്ന് അനുഗ്രഹവും ശാപവും, ഇങ്ങനെ നമ്മളെ തന്നെ ചതിക്കുന്ന ഈ പ്രവൃത്തിയിൽ നിന്ന്, ഹല്ലേലൂയ, നമ്മൾ കൃപയ്ക്ക് നമ്മുടെ ശരീരത്തെ നമ്മൾ വിധേയപ്പെടുത്തുകയാണെങ്കിൽ അവിടെ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അടുത്ത ദൈവകൃപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, വിട്ടുപിരിയാത്ത ദൈവസാന്നിധ്യം ആഗ്രഹിക്കാത്ത ആരുമില്ല. ഭയങ്കര ആഗ്രഹമല്ലേ, ദൈവത്തോട് കൂടിയിരിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്നത് ദൈവകൃപയ്ക്ക് നമ്മളെ വിട്ടുപിരിയാത്ത ദൈവസാന്നിധ്യത്തിൽ നിർത്തുവാനായിട്ട് ഈ ദൈവകൃപയ്ക്ക് കഴിയും. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ കൃപാസനത്തിലേക്ക് ഏത് സമയം ധൈര്യത്തോടെ ഓടിച്ചല്ലേ. നമ്മുടെ ബുദ്ധിയും കൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നും അത് നടക്കത്തില്ല, നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നടക്കത്തില്ല. എന്നാൽ ദൈവകൃപ നമ്മളെ എൻകറേജ് ചെയ്യും, നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. ആരും നമ്മളെ കാണത്തില്ല, എന്നാൽ ദൈവകൃപയിൽ ശരണപ്പെടുന്ന ഒരുവനെ ദൈവകൃപ തന്നെ അവനെ കൃപാസനത്തിലേക്ക് ഓടിക്കയറി അവന് തക്ക സമയത്ത് കരുണ ലഭിക്കാനും കൃപ ലഭിക്കുവാനുമുള്ള വാതിൽ നിനക്കായിട്ട് തുറന്നിരിക്കുന്നു എന്ന ബോധ്യം ഈ ദൈവകൃപ. ഹല്ലേലൂയ, ആമേൻ അല്ലേ. ദൈവകൃപ തക്ക സമയത്ത് നമ്മളെ ശക്തീകരിക്കാൻ കഴിവുള്ളതായി ദൈവകൃപ. അവസാനമായിട്ട് ഞാൻ പറഞ്ഞു നിർത്തട്ടെ, ദൈവകൃപയ്ക്ക് ഒരിക്കലും താഴ്ച കൊണ്ടുവരാൻ ദൈവകൃപയ്ക്ക് ഇടയാകത്തില്ല. ദൈവകൃപ നമ്മളെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നു. അതാണ് പറഞ്ഞത്, ഗ്രേസ് അപ്പോൺ ഗ്രേസ്. കൃപമേൽ കൃപ ഈ ദൈവകൃപയ്ക്ക് നമ്മുടെ മേൽ ചൊരിയാനായിട്ട് കഴിയും. നമുക്കറിയാം, ഇങ്ങനെ പറയുന്നത്, കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ ആസ്വദിക്കേണ്ടത്. എന്തിനാണ് നമ്മളെ കർത്താവ് ഇതല്ലേ, നമ്മൾ എവിടാണ് നമ്മൾ നിൽക്കുന്നത്? വീണ്ടും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നുമില്ലാത്തവരായിട്ട് പോകല്ല. നമ്മൾ എവിടാണ് നിൽക്കുന്നത്? നമ്മൾ നിൽക്കുന്ന ദൈവകൃപയ്ക്ക്, ദൈവകൃപയില്ല. ഹല്ലേലൂയ. കൃപയുടെ അത്യന്ത ധനത്തെ, അവിടെ ഒരിക്കലും താഴ്ചയല്ല വരുന്നത്, ഉയർച്ച ഉണ്ടാകുന്ന നിലവാരത്തിലേക്കാണ് ഈ ദൈവകൃപ നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. നമുക്കൊരു ഭാഗം വായിക്കാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 9-ന്റെ 8-ാമത്തെ വാക്യം പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകും. ഹല്ലേലൂയ. കണ്ടോ, കൃപ നമുക്ക് മാത്രമല്ല സമൃദ്ധി വരുത്തുന്നത്, അതാ മറ്റുള്ളവരിലേക്കും സമൃദ്ധമായിട്ട് തീരും. അതാണ് സമൃദ്ധിയിൽ നിന്ന് ഒഴുക്കിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുവാൻ ഈ കൃപയ്ക്ക് തരും അല്ലെ. സമൃദ്ധിയിൽ നിന്നാൽ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം സ്വരൂപിക്കും, എന്നാൽ കവിഞ്ഞൊഴുകുന്ന നന്മകളിലേക്ക് എത്തിക്കുവാൻ ഈ കൃപ പെരുക്കുവാൻ
കേട്ടോ. കൃപയ്ക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇടയാകും. അപ്പം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ കൃപ പ്രവർത്തിക്കുന്നത്? ഹല്ലേലൂയ അല്ലേ. കൃപയ്ക്ക് വിശ്വാസത്തെ ജനിപ്പിക്കാൻ പറ്റും. കൃപയ്ക്ക് നമ്മളെ ശക്തീകരിക്കുവാൻ, നമ്മുടെ ബലഹീനതകളിലേക്ക് ഇറങ്ങി വരുവാൻ പറ്റും. ഹല്ലേലൂയ. കൃപയ്ക്ക് വർധനവും സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പറ്റും. കൃപയ്ക്ക് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ഉള്ളിലൊരു ആന്തരിക സൗഖ്യത്തെ വരുത്തുവാൻ ഈ കൃപയ്ക്ക് തരും. നമ്മുടെ പാപപ്രവൃത്തികളിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഹല്ലേലൂയ ആ ബന്ധനങ്ങളിൽ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ കൃപയ്ക്ക് കഴിയും. കൃപയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ ഹല്ലേലൂയ യേശുക്രിസ്തു മുഖാന്തരം ഈ കൃപയിലേക്ക് പിടിച്ചു നിർത്തി. ഹല്ലേലൂയ. എന്നിട്ട് കൃപയും സത്യവും നിറഞ്ഞ വചനം നമ്മളെ കേൾപ്പിക്കുവാനായിട്ട് അല്ലേ, ഈ കൃപയ്ക്ക് നമ്മളെ നമ്മൾ ചിന്തിക്കാത്ത നിലവാരത്തിലേക്ക് ഉയർത്തുവാനായിട്ട് കഴിയും. യേശുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭവനമായിരുന്നു ലാസറിൻ്റെ ഭവനം. നമ്മൾ വായിക്കുന്നൊരു ഭാഗമാണ് ലാസറിൻ്റെ സഹോദരിമാർ മാർത്തയും മറിയയും യേശു അവരുടെ അതിഥി സൽക്കാരമൊക്കെ യേശു ധാരാളം സമയങ്ങളിൽ അനുഭവിക്കാനൊക്കെ യേശുവിന് കഴിഞ്ഞു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ പറയുന്നത്, മറിയെക്കുറിച്ച് യേശു പറയുന്നത്, മറിയെക്കുറിച്ച് ഇങ്ങനെ അവിടെ പറയുന്നത്, അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. യേശുവിന് പ്രിയപ്പെട്ട ഒരു കുടുംബമായിരുന്നു ലാസറിൻ്റെ കുടുംബം. മറിയെക്കുറിച്ച് പറയുന്നത്, അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. അതാണ് മറിയയുടെ ജീവിതത്തിൻ്റെ രൂപാന്തരം എന്ന് പറയുന്നത്. കൃപയും സത്യവും നിറഞ്ഞവനായ കർത്താവ് അവളുടെ ഭവനത്തിലേക്ക് വന്നത് അവൾ തിരിച്ചറിഞ്ഞു. കൃപയുടെ വാക്കുകൾ അല്ലേ, പാദപീഠത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ കൃപയ്ക്ക് മുൻപാകെ പൂർണ്ണമായിട്ട് വിധേയപ്പെടുക എന്നുള്ളതാണ് അല്ലേ. കൃപയുടെ മുമ്പാകെ നമ്മളെ വിധേയപ്പെടുത്തണം. അതായത് കൃപ നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിക്കുക. അതാണ് ഈ കാണിക്കുന്ന. അവൾ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിലിരുന്ന് കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടേയിരുന്നു. നമുക്കറിയാം മറിയയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അല്ലേ. പാപപ്രവൃത്തിയിൽ ആയിരുന്ന അവളുടെ ജീവിതം പൂർണ്ണമായിട്ട് മാറുകയാണ്. അതിൻ്റെ തെളിവാണ് അവൾക്ക് പാദപീഠത്തെങ്കിലിരുന്ന് വചനത്തെ ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിയും അല്ലേ. ഒരു കൃപ നമുക്കൊരു ആന്തരിക സൗഖ്യം തരുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വചനത്തെ സ്വീകരിക്കാൻ കഴിയത്തില്ല. മനസ്സിലായി? നമ്മൾ നമ്മുടെ ചിന്തകളിൽ കാട് കയറി ഇങ്ങനെ അസ്വസ്ഥരായിട്ടിരിക്കും. എന്നാൽ അവൾ ആ കൃപയെ പൂർണ്ണമായിട്ട് സ്വീകരിച്ചതുകൊണ്ട് വളരെ സാവകാശത്തിലിരുന്ന് ദൈവവചനത്തിൻ്റെ അകത്തെ സത്യങ്ങളെ, ഇങ്ങനെയാണ് യേശു പോലും മറിയെക്കുറിച്ച് സാക്ഷീകരിക്കുന്നത്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളിൽ നിന്ന് അപഹരിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പം കൃപ പൂർണ്ണമായിട്ടൊരു ആന്തരികമായ സൗഖ്യം മറിയയുടെ മേൽ പകർന്നു. അതുപോലെ തന്നെ പാപപ്രവൃത്തികൾക്ക് വേണ്ടി വ്യഗ്രതയുള്ളൊരു ശരീരമായിരുന്നു മറിയയുടെ. എന്ത് പ്രവൃത്തിയും അല്ലേ, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഇങ്ങനെ തുടിക്കുന്ന ഒരു ശരീരമുള്ള മറിയയുടെ ശരീരം കണ്ടില്ലേ, പൂർണ്ണമായിട്ട് കൃപയിൽ വിധേയപ്പെടുത്തിയപ്പോൾ ഹല്ലേലൂയ അവളുടെ ശരീരത്തിന് ഒരു പൂർണ്ണ രൂപാന്തരം ഉണ്ടായി. അവൾ പിന്നീട് നമ്മൾ അറിയുന്നത് കർത്താവിൻ്റെ പിന്നാലെ നടന്ന് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അവൾക്ക് കർത്താവിനെ ആരാധിക്കുവാൻ കഴിഞ്ഞു. അതിൻ്റെ തെളിവാണ് അവളുടെ ജീവിതത്തിൽ അവൾ വിലയേറിയെന്ന് കരുതിയ പലതും അവൾ കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ വെച്ചു അല്ലേ. ആ പരിമള തൈലം, ഒരു റാത്തൽ പരിമള തൈലം, വിലയേറിയ പരിമള തൈലം അവൾ കർത്താവിൻ്റെ കാൽക്കൽ മുഴുവനായിട്ട് അവൾ ഒഴിച്ച് അവൾ ഇരുന്നിടം മുഴുവൻ ആ മുറി നിറച്ച് അവളുടെ പ്രവൃത്തികൾ കൊണ്ട് ഒരു സൗരഭ്യമായി തീരുവാനായിട്ട് കഴിഞ്ഞു. ഇന്നും അവൾ ചെയ്ത ആ പ്രവൃത്തി ഇന്നും പലർക്കും പ്രകീർത്തിക്കപ്പെടുകയാണ്. അതായത് കൃപ എങ്ങനെയാണ് ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് രൂപാന്തരപ്പെടുത്തുന്നത്? അപ്പം കൃപ തിരിച്ചറിഞ്ഞാൽ ഹല്ലേലൂയ. മറിയയുടെ ജീവിതത്തിൽ സംഭവിച്ചു, കൃപയ്ക്ക് മുൻപാകെ അവൾ വിധേയപ്പെടുത്തപ്പോൾ അവൾക്ക് പൂർണ്ണമായിട്ട് അവളെ മാറ്റിയെടുക്കുവാൻ ഈ കൃപയ്ക്ക് കഴിഞ്ഞെങ്കിൽ ഹല്ലേലൂയ. കൃപ തിരിച്ചു അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതം കണ്ടാൽ തന്നെ സമൂഹത്തിന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാനായിട്ട് കഴിയും. അവരുടെ ജീവിതം തന്നെ ഒരു പൂർണ്ണമായി കംപ്ലീറ്റ് സാക്രിഫൈസ് ആയിട്ട് തീരും. ഹല്ലേലൂയ. കൃപ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് അടിമുടി മാറ്റുവാൻ ഈ കൃപയ്ക്ക് കഴിയും. കൃപയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. പൗലോസ്ലിയ പറയുന്നത് പോലെ അല്ലേ, നമ്മുടെ ഓരോ ബലഹീനതകൾക്കകത്തും അല്ലേ, പൗലോസ്ലിയ ദൈവസന്നിധിയിൽ പലതിനു വേണ്ടിയും പ്രാർത്ഥിച്ചു. എന്നാൽ കേട്ടൊരു ശബ്ദമാണ്, എൻ്റെ കൃപ നിനക്ക് മതി, മൈ ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ യു. അത് കഴിഞ്ഞപ്പം പൗലോസ്ലിയയ്ക്ക് പിന്നെ ഒരു സംശയവും ഉണ്ടായില്ല അല്ലേ. നമ്മുടെ ശക്തിയേക്കാൾ അത്യന്തപരമായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഉയരത്തിലെ ഒരു ശക്തിയാണ് ഈ കൃപ. ആ കൃപ നമ്മളെ മൂടിയാൽ, ഇങ്ങനെ പറയുമ്പോൾ ടാബർനാക്കിൾഡ് ഹൂവ് എന്നാണ് പറഞ്ഞത്. അതായത് കൃപ വന്ന് അങ്ങ് മൂട് നമ്മളെ. ആ കൃപ ഹല്ലേലൂയ നമ്മുടെ മേൽ
ആവസിച്ചാൽ ഹല്ലേലൂയ നമ്മളിൽ നിന്ന് ദൈവിക മഹത്വം പുറത്തേക്ക് വരും. മറ്റുള്ളവർ നമ്മളിൽ വസിക്കുന്ന ദൈവിക മഹത്വം കാണണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ കൃപയ്ക്ക് പൂർണ്ണമായിട്ട് വിധേയപ്പെടുകയാണെങ്കിൽ കൃപ നമ്മളിൽ പ്രവർത്തിക്കാനായിട്ട് കൊടുക്കും. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഏത് അസാധ്യങ്ങളെയും സാധ്യമാക്കി തീർക്കുക. കൃപ നമ്മൾക്ക് വേണ്ടുന്ന വിശ്വാസത്തെ നമ്മുടെ ഉള്ളിൽ ജനിപ്പിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പം ഇന്ന് ഞാൻ ഈ എല്ലാ അമ്മമാരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളാരും ബലഹീനരല്ല. ഹല്ലേലൂയ. ദൈവകൃപ നമ്മളിൽ പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ. കൂടുതൽ കർത്താവിന് വേണ്ടി ആമേൻ പരിമള തൈലം അനേകരുടെ മധ്യത്തിൽ പരിമള തൈലമായിട്ട് നിൽക്കുവാൻ, എവിടെ പോയാലും ആ ക്രിസ്തുവിൻ്റെ സൗരഭ്യം പടർത്തുന്ന നല്ല മാതൃത്വങ്ങളായിട്ട് നിങ്ങൾ ഓരോരുത്തരും നിലകൊള്ളട്ടെ. ഇനിയും കൂടുതൽ തലമുറകളുടെ സ്നേഹം അനുഭവിക്കുവാൻ, തലമുറകളുടെ കരുതൽ അനുഭവിക്കാനൊക്കെ നിങ്ങൾക്ക് വലിയ ഭാഗ്യം സ്വർഗ്ഗത്തിലെ ദൈവം ചെയ്യട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നമുക്ക് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ആമേൻ ജീസസ്. കർത്താവേ, സ്വർഗം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് താണിറങ്ങി നിൽക്കുന്നു എന്ന് ഹല്ലേലൂയ വീണ്ടും ആത്മാവിൽ ഞങ്ങളെ ബോധിപ്പിച്ചതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ബലഹീനരും അശക്തരുമായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളെ ശക്തീകരിക്കുന്ന ആ ദൈവകൃപയുടെ ശക്തി ഞങ്ങൾ കർത്താവെ തൊട്ടനുഭവിക്കുവാൻ ഇന്ന് ഓരോ ഉള്ളങ്ങളെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, കർത്താവെ, ഞങ്ങളെ അങ്ങ് നിർത്തിയിരിക്കുന്നത് ഹല്ലേലൂയ ദൈവകൃപ എന്ന ആ ഉറച്ച പ്രതലത്തിലാകയാൽ ഹല്ലേലൂയ എപ്പോഴും ദൈവവുമായിട്ടുള്ള ഹല്ലേലൂയ ആ ബന്ധത്തിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവെ ഞങ്ങളെ നിർത്തിയിരിക്കാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവത്തിൻ്റെ അനുകൂലതയെ പ്രസ്താവിക്കുവാൻ കർത്താവെ സ്വർഗം വിട്ട് താണിറങ്ങി വന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ മധ്യത്തിൽ വാണരുളുന്ന ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ കാണുന്ന കർത്താവെ ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് മഹിമ ധരിച്ച് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു രൂപാന്തരം ഹല്ലേലൂയ ഉണ്ടാകുവാനായിട്ട് ആമേൻ ജീസസ് ഞങ്ങൾ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ഒഴുക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ആരോടും പറയാൻ കഴിയാത്ത ഇന്ന് ഞങ്ങളെ വലിക്കുന്ന പാപ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് ഹല്ലേലൂയ ഒരു സൗഖ്യവും വിടുതലും ഞങ്ങളുടെ മേൽ സ്വർഗം കൽപ്പിച്ചാക്കിയിരിക്കാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാൻ ഹല്ലേലൂയ ഞങ്ങൾ കൃപയ്ക്ക് ഞങ്ങൾ വിധേയപ്പെടുന്ന കർത്താവെ ഹല്ലേലൂയ. കർത്താവെ, വചനത്തിൻ്റെ ശക്തി ഇന്ന് ഇവിടെ റിലീസ്ഡ് ആകട്ടെ കർത്താവെ ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. അവിടുത്തെ കർത്താവെ ആ ഇമ്പകേറിയമായ വാക്കുകൾ ഹല്ലേലൂയ മറ്റുള്ളവരിലേക്കും പ്രദാനം ചെയ്യുവാൻ ഇന്ന് ഹല്ലേലൂയ കർത്താവെ ആ മാതൃദിനം ആഘോഷമാക്കുന്ന എല്ലാ അമ്മമാരുടെയും ഉള്ളിലേക്ക് ഹല്ലേലൂയ വചനത്തിൻ്റെ വിത്തിനെ സ്വർഗമേ വിതയ്ക്കണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. ശക്തീകരിക്കണം കർത്താവെ. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നടത്തിപ്പും കാവലും ഓരോരുത്തരുടെ മേലും സ്വർഗം പകർന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.